ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിഷു ആണല്ലേ. അപ്പോൾ വിഷുവിൻ്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗ് ആട്ടോ ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ കണി വെച്ചതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വിഷു ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ വീട്ടിലെത്തി. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. നമ്മൾ കുറച്ച് അടുത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള പൂച്ച കേട്ടോ. ഇതിൻ്റെ പേര് സുന്ദരി എന്നാണ്. എവിടുന്നോ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതിനെ പറഞ്ഞേക്കാൻ വേണ്ടി തോന്നില്ല അമ്മയ്ക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരമാണ്. ഫുൾ ചെടികളാണ്. ഇതിലും കാടായിരുന്നു അവസ്ഥ. ഇപ്പം നമ്മൾ താമസമാക്കിയ സമയത്ത് കംപ്ലീറ്റ് പോക്കിയതാണ്. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും നടന്നില്ല. പ്ലാനിങ് പോലൊന്നും സാധാരണ നടക്കാറേ ഇല്ല. അതുപോലെ തന്നെ ഇത്തവണ സംഭവിച്ചു. അപ്പോൾ നമ്മളിതാ നേരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പിലേക്ക് ഫോട്ടോഷൂട്ടിന് വന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ കയ്യിലൊന്ന് ആടി നോക്കിയാലോ എന്ന്. കണ്ടോ ഗൈസ്, നിറച്ച് മാങ്ങ. ആ മാങ്ങ കണ്ടപ്പോൾ പറിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. 1-2 ഞങ്ങൾ പറിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു തെങ്ങ് ഇങ്ങനെ അങ്ങോട്ടേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ആടാൻ നല്ല രസമുണ്ട്. എപ്പോഴാണ് തലകുത്തി വിൽക്കുകയെന്നറിയില്ല. അങ്ങനെ കിട്ടിയ മാങ്ങയും കൊണ്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് വേഗം വിടാം കേട്ടോ. വേർത്തപ്പടി കുളിച്ചിട്ടുണ്ട്, കാരണം നല്ല ചൂടല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ മാങ്ങ സപ്പറിടാൻ നിൽക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നില്ലേ, അതാട്ടോ എൻ്റെ അച്ഛൻ. മൂപ്പർക്കും എൻ്റെ ഭർത്താവിനും ഒരേപോലെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പുളിപ്പുള്ളതാണെങ്കിലും അവർ കഴിച്ചോളൂ. അപ്പോൾ അവർ ഇങ്ങനെ അലസാക്കുന്നുണ്ട് ചോറ് തിന്നതിന് മുമ്പേ എന്തായാലും സപ്പറിടാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ സപ്പറിടാന്ന്. അപ്പോൾ ഞാൻ സപ്പറിടാണ് ഗൈസ്. ഇത് അച്ഛൻ്റെ ഇങ്ങനെ ബ്ലറാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ. കാരണം നല്ല ചൂടല്ലേ. പിന്നെ സപ്പറൊക്കെ ഇട്ടു. ഇത് അച്ഛമ്മ കേട്ടോ. പിന്നെ ഞാൻ അമ്മേനെ നോക്കാൻ പോകും. അമ്മ അടുക്കളയിൽ ഫുഡ് പ്രിപ്പറേഷൻ ആട്ടോ. ഫുൾ കുക്കിംഗ് മൂപ്പരാണ്. അപ്പോൾ ഞാൻ സഹായിച്ചിട്ടൊന്നുമില്ല. സഹായിക്കേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഫുൾ കുക്കിങ്ങിലാട്ടോ. ഇവിടെ വന്നാൽ അമ്മ അങ്ങനെ ഫുൾ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കേട്ടോ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിൽ തന്നെ എല്ലാം ഉണ്ടാവണം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ടങ്ങനെ ഇരിക്കുന്നത്. അമ്മേൻ്റെ ചെടിയും കൃഷിയൊക്കെ കാണാം നമുക്ക് കുറച്ച്. ഇതിൻ്റെ മുന്നേ എട്ടിക്കും തോന്നുന്നല്ലേ. അമ്മേൻ്റെ വൈദ്യന നിറച്ച് കായുണ്ട് ഗൈസ്. പക്ഷെ എന്തോ പറ്റിക്കിനൊക്കെ മഞ്ഞ നിറ. എടാ ഞാൻ കണ്ടിക്ക് വഴുതിനം എല്ലാത്തും എടുക്കണ്ട. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. സാമ്പാർ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് അല്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും ഏട്ടനും കൂടി ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ചോറ് തിന്നാനിരുന്നേ. നമ്മൾ തിന്നു കഴിഞ്ഞ സമയത്ത് പിന്നെ അച്ഛമ്മയും അമ്മയും കൂടിയിരുന്നു. ഇത് എൻ്റെ വീട്ടിലെ സുന്ദരി പൂച്ച. ഇതിനെ പോലത്തെ ഒരു കുരുത്തം കെട്ട പൂച്ച വേറെ ഉണ്ടാവില്ല. ഭയങ്കര കുരുത്തക്കാരാണ്. അച്ഛൻ്റെ മുണ്ടിൻ്റെ അടിയിൽ കിടക്കുകയാണ് നമ്മുടെ സുന്ദരി. എന്താ സുന്ദരി, നീ എവിടെയാണ് കിടക്കുന്നത്? ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കിടക്കാമെന്ന്. നല്ല ചൂടാണ് ഗായ്സ്, അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട്. കുറച്ച് നേരം ഉറങ്ങാം.
ഗൈസ് നിങ്ങളെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? പ്ലീസ് കമൻറ്റ്സ് ബിലോ. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ട് കേൾക്കുന്നത് എന്താ അറിയാമോ? വണ്ടീൻ്റെ ചാവി ഇവരെ എവിടെയോ കൊണ്ടുവച്ചിട്ട് അതിന് രണ്ടാളും തിരഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അതാ ഏട്ടനും നമ്മളെ അടുത്തേക്ക് ഉറങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ കിടന്ന് ഉറങ്ങി ഗൈസ്. പിന്നെ ഇതാ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് കഥ പറയാണ്. കൂട്ടത്തിൽ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ എൻ്റെ അടുത്ത് സത്യത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചായയും കുടിച്ചിട്ട് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.